ശ്രീകൃഷ്ണ ഭഗവാന്റെ വൃന്ദാവന ലീലകൾ, അതിനു മുൻപ് അമ്പാടിയിലെ ലീലകൾ, തുടർന്ന് മഥുരാലീലകൾ, ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇപ്പോഴിതാ വളരെ പ്രസിദ്ധമായ ഭഗവാന്റെ ദ്വാരകാലീലകൾ വിസ്തരിക്കുന്നത്. ഇത്രയധികം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ഉള്ളുകള്ളികൾ മുഴുവനും തുറന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അത് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക്, പുത്ര പൗത്ര പരമ്പരകളിലേക്ക് പകർന്നു ചൊരിഞ്ഞു കൊടുക്കുക, അത് വേറൊരവതാരത്തിലുണ്ടായിട്ടില്ല. നമുക്കറിയാലോ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പിന്നെ രാമോ രാമശ്ച രാമശ്ച, 3 രാമന്മാർ, പിന്നെ ഖൽഗി, ബുദ്ധൻ, ഇവരൊന്നും ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ ശ്രീകൃഷ്ണ ഭഗവാനോളം വിസ്തരിച്ച് ലോകത്തിന് കാട്ടിക്കൊടുത്തില്ല. അതുകൊണ്ടാണ് പരീക്ഷിത്ത് കൃഷ്ണാവതാരം തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞതിലെ വളരെ പ്രസിദ്ധമായ ചില ഭാഗങ്ങൾ ഉണ്ട്. തനിക്ക് സംശയം തീർത്തു തരണം എന്ന മട്ടിൽ ചോദിച്ചതുണ്ട്. അത് ഓരോന്നും ദേഹം മാനുഷമാശ്രിത്യ കതിവരിഷാണി വൃഷ്ണിഭി യദുപൂരിയാം സഹാവാത്സിൽ ചോദിച്ചിട്ടുണ്ട്. പത്ന്യ കത്യഭവൻ പ്രഭോ ഏതത് അന്യച്ച ഏതത് അന്യച്ച. ഞാൻ ചോദിച്ചത് ഓരോന്നും, അതോടൊപ്പം ഗുരുനാഥ ചോദിക്കാൻ വിട്ടുപോയത് ഓരോന്നും അവിടുന്ന് ഓർത്ത് അറിഞ്ഞ് എനിക്ക് പറഞ്ഞു തരണം. ക്വവാസം ജ്ഞാതിഭിസ്സാർത്ഥം കൃതവാൻ സാത്വതാമ്പതി. അതിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. ദ്വാരകാപുരി നിർമ്മിച്ച് ദ്വാരകയിലാണ് ഭഗവാൻ. കഥകളിയിൽ ആദ്യത്തെ ശ്ലോകം സാന്ദ്രാനന്ദാകുലാത്മാ ഹരിരഥ ഭഗവാൻ ഭക്തവാത്സല്യദായി ഭക്തമോദപ്രദായി ശ്രീമത്യാം ദ്വാരവത്യാം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ടാണ് കഥകളിയിലെ വന്ദന ശ്ലോകം ആരംഭിക്കുന്നത്, അല്ലേ? അപ്പം ശ്രീമത്യാം ദ്വാരവത്യാം, കുടുംബജീവിതം നയിക്കാനായിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്തത് സംസാരക്കടലിലെ ഒരു ചെറിയ അംശം കടൽ ആണ്. പേടിക്കണ്ട എന്ന് ഭഗവാന്റെ സന്ദേശം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ധൈര്യമായിട്ട് സംസാരക്കടലിൽ കൊട്ടാരം പണിത് കഴിഞ്ഞോളൂ, ലവലേശം. ആ സംസാരക്കടൽ നിങ്ങളെ ബാധിച്ചോളണമെന്നില്ല. നിങ്ങൾ ആ സംസാരക്കടലിൻ്റെ ഓരോ തിരമാലകളെയും തിരയടിക്കുന്ന സമയത്ത് തെറിക്കുന്ന ഓരോ തുള്ളിയെയും നിയന്ത്രിക്കാൻ പറ്റുന്ന നേതാവാണെങ്കിലോ. ഇതാ ഭഗവാൻ ചോദിക്കണത്. ഭഗവാന്റെ ജീവിതം നോക്കൂ, അങ്ങനെയാണ്. അപ്പോൾ ജ്ഞാതിഭിസ്സാർത്ഥം കൃതവാൻ പിതൃഗേഹാത് വ്രജംഗത കൃതവാൻ. പിന്നെ വ്രജത്തിൽ നിന്ന് മധുരയിലെത്തി എന്തൊക്കെ, അവിടുന്ന് ദ്വാരകയിലെത്തി എന്തൊക്കെ. വ്രജേവസൻ കിമകരോൽ മധുപുരിയാം ജഗേശവ. പിന്നെ യദുപുരിയിലെ ദ്വാരകയിലെ കുശസ്ഥലി എന്നാണ് പേര് പറയണത്. അപ്പോൾ ആ സമുദ്രത്തിലെ കുശസ്ഥലി എന്ന ഭാഗത്ത് സമുദ്രത്തിരമാലകളോട് മാറി നിൽക്കാൻ പറയൊന്നും വേണ്ടി വന്നില്ല എന്ന് കൃഷ്ണാവതാരം കഴിഞ്ഞ ഉടനെ ശ്രീകൃഷ്ണനെ കയ്യിലെടുത്ത് പുഴ കടക്കാൻ ചെന്ന വസുദേവന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് ഭാഗവതത്തിൽ ശ്രീശുകൻ പരീക്ഷത്തിനോട് എടുത്തു പറയുന്നുണ്ട്. പരീക്ഷത്തെ ഭഗവാൻ
വസുദേവൻ്റെ കയ്യിൽ. വസുദേവനാണെങ്കിൽ ഭഗവാനെ മാറത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട്, എന്നിട്ട് പുഴ കടക്കാൻ അങ്ങോട്ട് ചെന്നപ്പോൾ പുഴയ്ക്ക് മനസ്സിലായി. ആർക്ക്? യമുനാ നദിക്ക്, കാളിന്തി നദിക്ക്. മഘോനിവർഷത്യസകൃത് യമാനുജ. യമാനുജ എന്നാ ഇപ്പം തൽക്കാലം കാളിന്തി നദിക്ക് പേരിട്ടിരിക്കുന്നത്. യമാനുജയല്ലേ? അതെ അതെ അതെ. പക്ഷേ ആ വാക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാലൻ്റെ മകള്, കാലകന്യകയെപ്പോലെ, കാലൻ്റെ മകളെപ്പോലെ യമാനുജാ ഗംഭീരതോയൗഘജവോർമി ഫേനില. നൊരയും പതയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒഴുകി വരണു. ഭാരതപ്പുഴയെ പറ്റി പണ്ട് അങ്ങനെ പറയാറുണ്ടായിരുന്നു. നല്ല കാലത്ത്, ഭാരതപ്പുഴയുടെ നല്ല കാലത്ത് എന്താ, പുഴ കടക്കുമ്പോൾ മനസ്സിരുത്തണം എപ്പോഴാണ് വെള്ളപ്പൊക്കം വരിക നിശ്ചയില്ലാന്ന്. ഇങ്ങനെയുണ്ട് ഒരു പുഴ. അതാണ് അനവധി ഉരുൾപൊട്ടലിൽ നിന്നും പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് മലകളിൽ നിന്നൊഴുകി വന്ന വെള്ളം വന്ന് ഇക്കരയെന്ന് അക്കരെ കിടക്കാമെന്ന് വിചാരിച്ച്, കാരണം മണപ്പുറമാണ്. പക്ഷേ അങ്ങനെ നടക്കുന്നവർക്ക് പകുതി എത്തുമ്പോഴേക്കും വെള്ളപ്പൊക്കം വന്ന് ഒക്കെ ഒലിച്ചു പോയി നശിക്കേണ്ടി വന്നു എന്ന് ഐതിഹ്യം ഉണ്ട്. ഭാരതപ്പുഴയ്ക്ക് പകുതി കടന്നു മണപ്പുറ എന്ന് വിചാരിച്ചിട്ട് പകുതി ആയിപ്പോൾ ദേ വെള്ളം ഒഴുകി വരുന്നു. ഗംഭീരതോയൗഘജവോർമ്മിഭേനില. കാരണം ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല. മലയിലെങ്ങാണ്ട് മഴ പെയ്തു, ഉരുൾപൊട്ടി വെള്ളം ഒക്കെപ്പാടെ കരിങ്കല്ലും മരയും ഒക്കെപ്പാടെ മരങ്ങളും ഒക്കെ ആയിട്ട് ഒലിച്ചു വരുന്നു. ഭയാനകാവർത്തശതാകുല നദി. ഭാരതപ്പുഴ ഇടയ്ക്ക് അങ്ങനെ പണ്ട് ഒഴുകിയിരുന്നു. അതുപോലെ ഒഴുകായിരുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണനെടുത്ത് വസുദേവൻ അർദ്ധരാത്രി പുഴ കടക്കാൻ ചെല്ലുമ്പോൾ എന്തു ചെയ്യും? എന്തു ചെയ്യുന്നോ? വസുദേവന് സംശയമില്ലല്ലോ, വസുദേവന് സംശയം തോന്നിയില്ലല്ലോ. എന്തു ചെയ്യുന്ന? കാരണം ഭഗവാൻ പറഞ്ഞിട്ടില്ല അങ്ങ് ചെല്ലുമ്പോൾ അച്ഛാ എന്നെ എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ പുഴ നിറഞ്ഞൊഴുകും, അത് കണ്ട് പേടിക്കേണ്ട, ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടേക്ക് കിടത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ വാക്കിലുള്ള ഉറപ്പ്. വസുദേവൻ സേവിച്ച ഭഗവാനാണ് ജയിലിൽ വസുദേവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരുന്നത്. ആ ഭഗവത് സ്വരൂപത്തെയാണ് അത്ഭുതം, ബാലകം, അംബുജേക്ഷണം, ചതുർഭുജം, ശംഖഗദാര്യുധായുധം, ശ്രീവത്സലക്ഷ്മം. ദേവകി കേൾക്കണില്ലേ? ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രവയോധ സൗഭഗം മഹാർഹ വൈഡൂര്യ കിരീട കുണ്ടലത്തുഷാ പരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമ ചാറു അങ്കജ കങ്കണാദിഭിർ വിരോചമാനം. ദാ ഞാൻ കണ്ടു. ദേവകി കാണുന്നില്ലേ? ഞാൻ പറഞ്ഞത് കേട്ട്? നല്ലോണം കാണുന്നുണ്ട്. എന്നാ എൻ്റെ ഉള്ളിൽ കാണാനില്ല. ദേ കൈ കാണിക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെ അച്ഛനമ്മമാർ കൈ കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്മയുടെ കയ്യിലേക്കും അമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ കയ്യിലേക്കും ചാടി വരണ പോലെയാണ് ഇന്ന് വസുദേവൻ പൂജിച്ചിരുന്ന വിഗ്രഹം. അല്ല, വസുദേവൻ പൂജിച്ചിരുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ അവിടുന്ന് വിഗ്രഹവ്യാജം വിട്ട് ആ ചതുർഭുജാകാരനായി വസുദേവനിലേക്കും അവിടുന്ന് ദേവകിയിലേക്കും ചാടിയത്. ദേവകി ആ കുഞ്ഞിനെ അതേപടി എടുത്ത് ഹൃദയത്തിൽ നിന്ന് ഗർഭത്തിലേക്ക് വെക്കുകയുണ്ടായതെന്നാണ് ഭാഗവതം പറയണത്. സാക്ഷാൽ വാമനാവതാരത്തിലും അങ്ങനെയാണ്. കശ്യപൻ്റെ മുമ്പിൽ ഉള്ളിൽ കണ്ടു, സാക്ഷാൽ ബ്രഹ്മാവ് വന്ന് സ്തുതിച്ചു, അതിഥി തൻ്റെ ഉള്ളിലേക്കാക്കി ഗർഭത്തിൽ ഭഗവാനെ വളർത്തി. അപ്പോൾ പുറമേ കാണുന്ന ഭഗവത് സ്വരൂപത്തെ ആദ്യം ഹൃദയഗർഭത്തിലേക്കും പിന്നീട് അവിടെ വെച്ച് ഉപാസന ചെയ്ത് പിന്നെ അത് നമ്മുടെ ഇഷ്ടമുള്ള കുഞ്ഞായിട്ടോ ഗതിർ ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃ എങ്ങനെയോ ആയിക്കോളൂ, ആദ്യം ഹൃദയത്തിലേക്ക് പകർത്തുക. അത് മറക്കരുതേ. ദേവകിയും വസുദേവനും ഇപ്പോൾ രുക്മിണ്യാദി ദേവികളും ഒക്കെ അങ്ങനെയാണ് ഉണ്ടായത്. ആദ്യം ഹൃദയത്തിലേക്ക്, പിന്നെ തൻ്റെ കൊതി എങ്ങനെയാണോ അതുപോലെ ഭാവന ചെയ്തോളൂ.
ഗതിർഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. എങ്ങനെയാച്ചാ ആയിക്കോട്ടെ. അർജുനൻ അപ്പോൾ വണ്ടിക്കാരനായിട്ട് കുട്ടിക്കിരി ആയിക്കോട്ടെ. സുതഹ സൂതഹ, പിന്നല്ല, ഒരു പ്രശ്നമില്ല. ഉഗ്രസേനോട് എന്താ ഭഗവാൻ പറഞ്ഞത്? ഗതിർഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. അതെ മുത്തശ്ശ, ഞാൻ മുത്തശ്ശൻ്റെ മുമ്പിൽ 2 വേലക്കാരെ പോലെ വന്നിന്നോളാം. നമ്മളില്ലേ ഓഫീസിലൊക്കെ പ്യൂൺ ബെല്ലടിച്ചാൽ ഓടി വന്നോളണം. അത് ചായ കൊണ്ടുവരാനായാലും ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായാലും ആളപ്പം മുമ്പിലെത്തിക്കൊള്ളണം. ഞാൻ അങ്ങനെ നിന്നോളാം മുത്തശ്ശ. എൻ്റെ കൃഷ്ണ, ആ കൃഷ്ണൻ രാജാവായാൽ മതി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു നോക്കി. അത് വേണ്ട മുത്തശ്ശ. മുത്തശ്ശൻ്റെ മകൻ, എൻ്റെ അമ്മാമൻ കംസൻ മുത്തശ്ശനെ ജയിലിലേക്ക് പിടിച്ച് തള്ളിയപ്പോൾ മുത്തശ്ശനാണ് കിരീടം വെച്ചിരിക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നത്. അത് കംസൻ ജയിലിലേക്ക് അച്ഛനെ ഒരു ചവിട്ടി അങ്ങോട്ട് ഇട്ടിട്ട് വാളോടുകൂടി കഴുത്തിൽ കയ്യിൽ വെച്ച് കിരീടം എടുത്ത്, ഇനി കാരണവരുടെ തലയിൽ വേണ്ട, ഇത് ഞാൻ തലയിൽ വെച്ചോളാം, അല്ലെങ്കിലും എൻ്റെ അച്ഛനാണെന്ന് തന്നെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നാരദൻ പറഞ്ഞ അതും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഏതോ ഗന്ധർവൻ്റെ അനുഗ്രഹം കിട്ടിയെന്നോ ഒക്കെ. ഇതും പറഞ്ഞ് അച്ഛനെ ആക്ഷേപിച്ച് അമ്മയും ആക്ഷേപിച്ചാണ് ആ കുരുത്തക്കേടിൻ്റെ കിരീടം തൻ്റെ തലയിൽ വെച്ചത്. അതെ, അത് ഭഗവാൻ തിരിച്ചെടുത്ത് ചത്തുമലച്ചു കിടക്കുന്ന കംസൻ്റെ കിരീടം തെറിച്ചത് എടുത്ത് ഉഗ്രസേനൻ്റെ തലയിൽ വെക്കുമ്പോൾ ഉഗ്രസേനൻ പറയുന്നുണ്ട്, വേണ്ട കൃഷ്ണ, വേണ്ട കൃഷ്ണ, വേണ്ട കൃഷ്ണ. ഇവിടെ പറയണ കേട്ടില്ലേ? ചിലപ്പോൾ തലയാട്ടണം കണ്ട വേണ്ടെന്നോ വേണമെന്നോ പറയണത് നിശ്ചയില്ലാത്ത മട്ടാവും. ഉഗ്രസേനൻ്റെ തലയാട്ടൽ എങ്ങനെയാ? വേണ്ട കൃഷ്ണ, എൻ്റെ തലയിൽ കിരീടം ഉറക്കില്ല. ഭഗവാൻ പറഞ്ഞു, എന്താ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറയണേ? ഞാനിവിടെ ഇല്ലേ, കിരീടം ഉറക്കും. അല്ല, ഞാൻ വാർദ്ധക്യം കൊണ്ട് പറയാ, വാർദ്ധക്യമൊക്കെ ഇപ്പം മാറില്ലേ? കിരീടം ഉറപ്പിച്ച വെച്ചു, ഇനി തല വിറക്കില്ല. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇവിടുന്ന് രാജാവായിട്ടിരിക്കുക, അടിയം പിടുത്ത് അടുത്ത ഒച്ചാനിച്ച് ഭൃത്യനായിട്ട് ഇങ്ങനെ നിൽക്കുക. എങ്ങനെ? രാജാവും മന്ത്രിയായിട്ടും അച്ഛനമ്മമാരായിട്ടും ഒക്കെ പലതരം കളികൾ കുട്ടികൾ വൃന്ദാവനത്തിൽ കളിക്കാറുണ്ടായിരുന്നു. അവിടെ പറയാറുണ്ട്, രാമായണം കളിക്കുകയാണെങ്കിൽ സീതയായിട്ട് ഏട്ടനെ ഇരുത്തും, ഹനുമാനായിട്ട് ശ്രീകൃഷ്ണനാവും. അങ്ങനെ കളിക്കുമ്പോൾ കുടുംബനാഥൻ, രാജാവ് മന്ത്രിയൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ മന്ത്രി എപ്പോഴും ഭഗവാനാവും, രാജാവായിട്ട് ഏട്ടനെ പിടിച്ചിരുത്തും. പിന്നെ ശ്രീരാമാവുണ്ട് കൂട്ടുകാർ, എന്ത് പറഞ്ഞാൽ കേൾക്കണവർ. ഇങ്ങനെ പലതരം കളികൾ കളിക്കുന്ന കൂട്ടത്തിൽ ഒരു കളി ഭഗവാൻ അത്രയേ ഉള്ളൂ. അമ്മാവനെ കൊന്ന് കിരീടമെടുത്ത് മുത്തശ്ശൻ്റെ തലയിൽ വെച്ച് മുത്തശ്ശൻ്റെ വിറ മാറ്റി. ഇതുവരെ മകനെ ആയിരുന്നു പേടിച്ച് 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 വിറച്ച് 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 ഉപാസന ചെയ്തിരുന്നത് ഉഗ്രസേനൻ. ഇനി അത് വേണ്ട, തൻ്റെ തലയിൽ വിറയ്ക്കാത്ത തൻ്റെ തലയിൽ കിരീടം വെച്ച് തന്ന കൃഷ്ണൻ മഹാബലിയോട് പറഞ്ഞു എന്ന് നമ്മൾ കേട്ടില്ലേ? രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം രക്ഷതേ ഭവാൻ. പിന്നെ അല്ല, മഹാബലി പോയിട്ട് സൗദലത്തിലിരിക്കുമ്പോൾ നോക്കൂ, ഞാൻ അങ്ങേ സല്യൂട്ട് ചെയ്തുകൊണ്ട് അങ്ങയുടെ കാവക്കാരനായിട്ട് എപ്പോൾ വിളിച്ചാലും ഉണ്ടാവും വാതുക്കെ ഗോപുരത്തിൽ. അതങ്ങനെ തന്നെ എന്ന് രാവണനെ സാക്ഷിയാക്കിക്കൊണ്ട് ഭാഗവതം പ്രഖ്യാപിച്ചില്ലേ? ഏനപദാങ്കുഷ്ഠേന എന്നാണ്. ഈ കൊച്ചു വാമനമൂർത്തി മഹാബലിക്ക് കാവൽ നിൽക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അങ്കുഷ്ഠേന, കാലിൻ്റെ പെരുവിരലിൻ്റെ അറ്റം കൊണ്ടൊരറ്റി പിടിക്കും. രാവണൻ കറങ്ങി 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 ലങ്കയിൽ ചെന്ന് തലയടിച്ച് വീണു. ഇതിനു മുമ്പ് 10 തല ഉണ്ടായിരുന്നില്ലേ ആവോ? ഇപ്പം ഏതായാലും 10 തലയുണ്ട് എന്ന് ശ്രീശുഖൻ തമാശ പ്രയോഗിക്കുക. മറ്റുള്ളവരുടെ കഥ പറയുമ്പോൾ ഇങ്ങനെ ഫലിതം പ്രയോഗിക്കണ്ടേ? ദശകന്ധര. അപ്പം രാവണനും തോന്നി ഒരു ഫലിതം, 10 തലയും അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കട്ടെ. കണ്ണാടി എടുത്ത് കഥകളിക്കാർ നോക്കില്ലേ ഇടയ്ക്കിടയ്ക്ക്, അവരുടെ കണ്ണിലോ പിരികത്തിലോ വല്ലതും ഉണ്ടോയെന്ന്. അതുപോലെ ഈ ദശകന്ധരൻ തൻ്റെ 10 തലയും അവിടെ ഇല്ലേ എന്ന് കിടന്ന കിടപ്പിൽ തന്നെ നോക്കി തീർച്ചപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് എണീറ്റ് പോയത്. അപ്പോൾ
സുതല ലോകത്തു നിന്നൊരേറ്റിട്ട് എത്രമാത്രം മേലോട്ട് ഈ രാവണൻ്റെ ശരീരം പോയി. എന്നിട്ട് എത്ര നാഴിക കഴിഞ്ഞിട്ടാ ഈ ലങ്കയിൽ ചെന്ന് വീണത്? എന്താ ഇതിൻ്റെ അർത്ഥം? രക്ഷിഷ്യേ സർവതോഹന്ത്വാം എന്ന് മഹാബലിയോട് ഭഗവാൻ പറഞ്ഞതിന് ഉത്തമമായ തെളിവ്. രാവണനെ പോലെ എത്ര വലിയ സ്വരൂപങ്ങൾ കൈലാസം എടുത്ത് കയ്യിൽ വെച്ച് അമ്മാനാടിയ ആളാണ് രാവണെന്ന് മറക്കരുത്. അത്രയും വലിപ്പമുള്ള രാവണനാണ് ഇപ്പോൾ ഭഗവാന്റെ ഭക്തരക്ഷണം എന്ന നിയമത്തിൻ്റെ ഉള്ളിൽ തെറിച്ച് ഛിന്ന ഭിന്നമായി പോയി എന്ന് തോന്നിച്ച് ലങ്കയിൽ വന്ന് വീണത്. അപ്പം ഏതു ദശകന്ധരന്മാരും എത്രയധികം കയ്യും കാലുമുള്ള തടസ്സങ്ങൾ രൂപപ്പെട്ടു വന്നാലും, ഏതെല്ലാം വലിയ വലിയ പർവ്വതങ്ങൾ വന്നാലും അതൊക്കെ വിഘ്നങ്ങളൊക്കെ ഇല്ലാതെ കണ്ടാവും. വിഘ്നരാജൻ ഇല്ലേ, വിഘ്നങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ആൾ, അത് ഭഗവാന്റെ പാദത്തിൻ്റെ അറ്റത്തുണ്ട്. ഇവിടെ ഇപ്പോൾ ഫോട്ടോ മള്ളിയൂർ ഗണപതി അതല്ലേ കാണിച്ചു തരുന്നത്. ഭഗവാന്റെ പാദത്തിൻ്റെ അറ്റത്ത് വിഘ്നരാജനോ വിഘ്നരാജൻ്റെ പാദത്തിൻ്റെ അറ്റത്ത് ഭഗവാനോ ഇരിക്കണത് നിശ്ചയില്ല. രണ്ടാളും ഭക്തൻ്റെ വിഘ്നങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, തടസ്സങ്ങൾ, ഭയങ്ങൾ എറ്റിക്കളയാൻ കഴുത്തുള്ളവരാണ് എന്ന് കാണിച്ചു തരികയാണ്. അത് കണ്ടു നല്ലോണം. അപ്പോൾ ആ വാക്ക് അന്ന് മഹാബലിയോട് പറഞ്ഞത് സത്യമാണെന്ന് ലോകം തെളിയിക്കുന്നു, ഇതിഹാസ കഥകൾ തെളിയിക്കുന്നു. എപ്പോഴും മഹാബലിയുടെ സ്ഥലം സുതലം തന്നെ, സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം. ഭഗവാന്റെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും കേമായതാണ്. അത് കാരണം ദേവന്മാർ ചോദിച്ചിട്ട് പോലും ആ സുതല ലോകത്ത് ദേവന്മാർക്ക് ഒരു മുറി വാടകയ്ക്ക് ഭഗവാൻ കൊടുത്തിട്ടില്ല. സ്വർഗിഭി പ്രാർത്ഥ്യം. എല്ലാ കൊല്ലവും അല്ലെങ്കിൽ എല്ലാ മാസവും ദേവേന്ദ്രൻ നിയമം പോലെ ഭഗവാൻ ആപ്ലിക്കേഷൻ എഴുതും, സുതലലോകത്ത് ഒരു മുറി എനിക്ക് തരണം. നിഷേധിച്ചു, ക്യാൻസൽഡ്. പിന്നല്ല, ആ അപേക്ഷ കീറിക്കളഞ്ഞു. എല്ലാ മാസവും അപേക്ഷ വരികയും ചെയ്യും, എല്ലാ മാസവും ഭഗവാൻ അപേക്ഷ തള്ളിക്കളയുകയും ചെയ്യും. സുതലലോകം എന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരു ദിവസമെങ്കിലും താമസിക്കാൻ സ്വർഗിഭി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ട് ആയിട്ടില്ല. പക്ഷേ ഭാരതഭൂമിയിൽ ഇടയ്ക്ക് ഒന്ന് വരാൻ സാധിക്കണേ എന്ന ദേവന്മാരുടെ പ്രാർത്ഥന അത് ഭഗവാൻ അംഗീകരിച്ചിട്ടുണ്ട്. തീർച്ചയല്ലേ? അത് നമ്മൾ കേട്ടില്ലേ? എന്താ, ഭഗവാന്റെ ഗോവിന്ദാഭിഷേകത്തിന് പങ്കെടുക്കാൻ മധുരയിലേക്ക് വൃന്ദാവനത്തിലേക്ക് ദേവേന്ദ്രൻ സപരിവാരം പുറപ്പെട്ടു, വന്നു, കണ്ടു, കാക്കൽ വീണു, നമസ്കരിച്ചു. അത് ഭഗവാൻ അംഗീകരിച്ചു. അപ്പോഴും സുതലലോകത്ത് പോയി ഒരു ദിവസം താമസിക്കാൻ ഭഗവാൻ അംഗീകാരം കൊടുത്തിട്ടില്ല. അത് വരട്ടെ. ഞാൻ കാവൽ നിൽക്കുന്ന മഹാബലിയുടെ ലോകത്ത് സുതലലോകത്തേക്ക് ദേവേന്ദ്രന് വരാൻ പറ്റില്ല, അംഗീകരിച്ചില്ല. ആ ഭഗവാനാണ് ഇവിടെ ഉഗ്രസേനൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിന്ന് മുത്തശ്ശന് ഞാനും ഏട്ടനും 2 കാവക്കാർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്ന് എപ്പോഴും വിചാരം ഉണ്ടാവണേ, ഞങ്ങളെ വിളിക്കണേ. ഹരേ രാമ ഹരേ കൃഷ്ണ, ഹരേ രാമ ഹരേ കൃഷ്ണ വിളിച്ചോളൂ, ഞങ്ങൾ റെഡി എത്തും. അപ്പോൾ ആദ്യം പറഞ്ഞില്ലേ, തത്ര പ്രവയസോപ്യാസൻ യുവാനോ അതിബലൗജസ പിബന്ധോക്ഷയർമുകുന്ദസ്യ മുഖാംബുജസുധാമുഹു. കംസവധം കഴിഞ്ഞ് ഉഗ്രസേനെ രാജാവാക്കിയപ്പോൾ മുതൽക്ക് ഭഗവാനെ എന്നോ വന്നു മുതൽ കണ്ടും ഓർത്തും രാമകൃഷ്ണ, ഈ രാമനും ഈ കൃഷ്ണനും വൃന്ദാവനത്തിൽ എന്തൊക്കെയാ ലീലകളാടിയതെന്നറിയോ എന്ന് മാറി പറയും. ചിലതൊക്കെ അല്ല, അങ്ങനെയല്ല, അതിങ്ങനെയാണെന്ന് തിരുത്തേണ്ടി വരും കേൾക്കണവർക്ക്. എന്താണെന്നോ, ചിലപ്പോൾ പ്രലംബനെ കൊന്നത് കൃഷ്ണനാണെന്ന് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. പ്രലംബനെ കൊന്നത് കൃഷ്ണനല്ല, അത് രാമനാണ്. അപ്പം ധേനുകാസുരനെ കൊന്നത് അതും
അത് ധേനുകാസുരനെ കൊന്നതും ബലരാമേട്ടനാണ്. 2 ബലരാമേട്ടനുണ്ടായുള്ളൂ, ബാക്കിയൊക്കെ കൃഷ്ണനാണ്. എനിക്ക് അതൊന്നും നിശ്ചയമില്ല. രാമനും കൃഷ്ണനും കൂടി കുറേ അത്ഭുത ലീലകൾ വൃന്ദാവനത്തിലാടി. മധുരാവാസികൾ ഓരോന്ന് അവരവർക്ക് ഓർമ്മയുള്ളത് പറയുമ്പോൾ ഇതുപോലെ ചിലതൊക്കെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഭഗവാന് മാറാത്ത ചില നിബന്ധനകളുണ്ട്. എന്ത്? ദേവേന്ദ്രന് സുതലലോകം ഇല്ല. വേണമെങ്കിൽ വൃന്ദാവനത്തിൽ വന്ന് നമസ്കരിച്ച് ബ്രഹ്മാവിനെ പോലെ പിറുപിറുത്തു കൊണ്ട് പോവാം. ബ്രഹ്മാവ് ഇവിടെ വന്ന് നമസ്കരിച്ച് പിറുപിറുത്തത് നമ്മൾ കേട്ടില്ലേ? എന്താ? ഭഗവാൻ ഊണ് കഴിക്കുന്ന സമയത്ത് വന്ന് പൈക്കുട്ടികളെ മാറ്റി മറിച്ച് അബദ്ധമായി നോക്കുന്നതൊക്കെ ഭഗവാന്റെ പൈക്കുട്ടികൾ, നോക്കുന്നതൊക്കെ ഭഗവാന്റെ മംഗലങ്ങൾ, നോക്കുന്നിടത്തൊക്കെ ഭഗവാന്റെ പശുക്കൾ, നോക്കുന്നിടത്തൊക്കെ ഗോപന്മാർ. ശിവ 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 ശിവ. ഇങ്ങനെയൊരു ശ്ലോകം ഭാഗവതത്തിലുണ്ടായത് എത്ര ഉപകാരമായി. യാവദ്വത്സപവത്സകൽപ്പകവപു യാവൽക്കരാഘ്ര്യാധികം യാവദ്യഷ്ടി വിഷാണവേണുദളശിക് യാവത് വിഭൂഷാംബരം യാവച്ഛീലഗുണാഭിധാകൃതിവയ യാവത് വിഹാരാധികം സർവം വിഷ്ണുമയം. ഈ വിഷ്ണു എന്ന് പേര് പറയാൻ വിഷമുള്ളവരങ്ങനെ വിഷമിക്കേണ്ട. സർവം കൃഷ്ണമയം അല്ലേ? സർവം ഹരിമയം. സത്യലോകത്തിന് ബ്രഹ്മാവിന് സത്യാക്കേ സത്യാക്കേ സത്യാക്കേ. ഏതാപ്പം സത്യം? കൃഷ്ണൻ്റെ ഒപ്പം കളിക്കണ ഗോപന്മാരോ സത്യം? താൻ മറച്ച ഗോപന്മാരോ സത്യം? കൃഷ്ണൻ്റെ ഒപ്പമുള്ള പൈക്കുട്ടികളാണോ സത്യം? താൻ മറച്ചവരാണോ സത്യം? കൃഷ്ണൻ്റെ ഒപ്പമുള്ളവരുടെ കയ്യിൽ കുറേ ഉറിയും ചോറും ഒക്കെ ഉണ്ട്. അതാണോ? താൻ മറച്ച ഗോപന്മാരുടെ അടുത്തുണ്ട് ഉറിയും ചോറും ഒക്കെ. അതാണോ സത്യം? സത്യാക്കേ കഥരേ നേരി ജ്ഞാതുന്നേഷ്ടേ കഥഞ്ചന. എന്തേ? ഈശനായില്ല പോൽ. ഈശൻ, ബ്രഹ്മാവിന് ഈശൻ എന്നുള്ള പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അജൻ എന്നുള്ള പദവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഈശന് ഇത് ഈരേശേ, സത്യം എന്ന വാക്കിൻ്റെ ഈശൻ, സത്യലോകത്തിലെ ഈശൻ താൻ തന്നെയാണ്. പക്ഷെ തൻ്റെ അച്ഛനാണ് യഥാർത്ഥത്തിലുള്ള സത്യം ഈശൻ. അതറിയാം ബ്രഹ്മാവിന്. എന്നിട്ടും ഭഗവാന്റെ മുമ്പിൽ തനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയല്ലോ. ഈരേശേ, വാക്കുകളുടെ ഈശനാവേണ്ടുന്ന സരസ്വതീ വല്ലഭനാകുന്ന ബ്രഹ്മാവിന് വാക്കുമുട്ടി. എന്താ പറയേണ്ടതെന്ന് ശരിയാണ്ടായി. എന്നിട്ടാണ് നമ്മൾ കേട്ടതാണ്, വീണ് കെട്ടന്ന് ഉരുണ്ട് 8 കണ്ണിലെ കണ്ണീര് കൊണ്ട് കാല് കഴുകിച്ചപ്പോൾ ഗോപന്മാരും പശുക്കളും ഒക്കെ വന്നിങ്ങനെ മണത്ത് നോക്കുന്നുണ്ട്. ഗോപന്മാരെ എത്തി നോക്കുക, പശുക്കൾ മണത്തി നോക്കുക. ഇതേതാ കാലിൻ്റെ കൃഷ്ണൻ്റെ, ഞങ്ങളുടെ കൃഷ്ണൻ്റെ കാലിൻ്റെ മുമ്പിൽ ഒരു 4 തലയുള്ള ജന്തു പുഴു വന്ന് കിടക്കണത്. അവർ മണത്തി നോക്കി മാറും. ഈ പശുക്കളും മിറ്റ വന്ന് മുഖത്ത് നക്കിയാതെ ബ്രഹ്മാവിന് ഇരിക്കപ്പുറത്തിയുണ്ടോ കിടന്ന് ഉരുടുക. അപ്പോൾ അവർക്ക് ബഹുരസം. കമന്ന് നമസ്കരിക്കാമെന്ന് വിചാരിച്ച് അവരൊന്ന് വന്ന് നക്കിയപ്പോൾ ബ്രഹ്മാവ് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ വേറൊരു മുഖം. ഇയാളിപ്പോൾ കമന്നോ മലന്നോ നമസ്കരിക്കണത് നിശ്ചയമില്ലാണ്ടായി. ഒരു തല കമന്നാ ഒരു തല മലന്നിട്ടാവൂലോ. അപ്പോൾ ഇയാളുടെ നാട്ടിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരും ഗോപന്മാരും പശുക്കളും ഒക്കെ പിന്മാറി. അവിടെ കിടന്ന് സ്തുതിച്ചിട്ടാണ് ബ്രഹ്മാവ് ഏനാഹമേകോപി, ലോകത്തിലുള്ള സകല ആളുകൾക്കും മോക്ഷം കൊടുത്ത് ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ മോക്ഷം മേടിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അടിയൻ വന്നോളാം, അമ്മയെ അടിയനാവുള്ളൂ എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു പോയത് അല്ലേ. ഈരേശേ, വാക്കുകളുടെ ഈശന് വാക്കില്ലാണ്ടായി, നമസ്കരിക്കാൻ വശല്ലാണ്ടായി, 4 തലയുള്ള ആളെ ഒരു ബുദ്ധിയില്ലാത്ത ആളെ പോലെ പെരുമാറി. ഭഗവാൻ അച്ഛനായിട്ടും അച്ഛനോട് കാണിക്കേണ്ടുന്ന വിനയോ ബഹുമാനോ കാണിക്കാതെ കണ്ട് ധിക്കാരം കാണിച്ചു എന്ന പേരായി. പിറുപിറുത്ത് ഈരേശൻ വാക്കുകളുടെ ഉടമയ്ക്ക് ഒന്നും പറയാൻ വാക്കില്ലാണ്ട് പോകേണ്ടി വന്നു. അതാണ് വൃന്ദാവനത്തിലെ ഉണ്ണിക്കണ്ണൻ്റെ നിലവാരം. ആ ഉണ്ണിക്കണ്ണനാണ് മധുരയിലെ ഉഗ്രസേന മഹാരാജാവിൻ്റെ മുമ്പിൽ ഞാൻ മുത്തശ്ശൻ പറയണത് എന്തും കേട്ട് നിന്നോളാം എന്ന് പറയണത് അല്ലേ. അപ്പോൾ ആ ആളെക്കുറിച്ച് പറയുമ്പോൾ വളരെ മനസ്സിരുത്തണം. ഇതാ അവിടുന്ന് വളർന്നു വലുതായി പിന്നെയും
12 വയസ്സുകാരൻ 16 വയസ്സും 21 വയസ്സും ഒക്കെ ആയി. കല്യാണത്തിൻ്റെ കഥകളാണല്ലോ പിന്നെ നമ്മൾ കേട്ടത്. 1 അല്ല 10 അല്ല 100 അല്ല 1000 അല്ല 10000 അല്ല. പിന്നെയോ ഈ അല്ലാന്ന് പറയലും നിർത്തുക. എത്രയാന്ന് പറഞ്ഞാൽ മതി. അതോ മഹിഷീണാം ശതാധികം എന്നേ ശ്രീശുഖം പറയണുള്ളൂ. 16000 പ്ലസ് 100 പിന്നെ ഒരു 8. അപ്പോൾ 16008 100. അതാണ് 16100 ഒരു ദിക്കുന്ന. പിന്നെ ബാക്കി 8 ആദ്യം. ആ കഥകളാണ് നമുക്ക് അനുസ്മരിക്കാൻ ഉണ്ടാവുക. ആദ്യത്തെ പ്രദ്യുമ്നൻ്റെ കഥ, പുത്രനുണ്ടായ കഥ, പ്രദ്യുമ്നോൽപ്പത്തി. അതിൽ രുക്മിണിക്ക് ഭഗവാനെ സേവിച്ച് 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 കിട്ടിയ ഉണ്ണി. അതും പോരാ, കാമസ്തു വാസുദേവാംശ. നമ്മൾ ഇതിനു മുമ്പ് അനുസ്മരിച്ചതാണ്. കുമാരസംഭവത്തിൽ വളരെ വിസ്തരിച്ച് കാളിദാസൻ വർണ്ണിച്ചിട്ടുണ്ട്. ഉമേതി മാത്ര തപസോ നിഷിദ്ധ തസ്മാത് ഉമാഖ്യാം സുമുഖി ജഗാമ. ദക്ഷയാഗം കഴിഞ്ഞ് സതീദേവി പാർവതിയായി വന്ന് മഹാദേവനെ നേടിയ കഥ. ഉമേതി, അയ്യോ എൻ്റെ കുട്ടി സാഹസം ചെയ്യരുതേ, സാഹസം ചെയ്യരുതേ, ഭാര്യ മരിച്ചു എന്നും പറഞ്ഞ് കഠിന തപസ്സിലാണ്. അവിടേക്ക് ചെല്ലാൻ നന്ദികേശ്വരൻ ഒരാളെ അനുവദിക്കാറില്ല. കാളിദാസൻ പറയേണ്ടത് ഇലകൾ ഇളകിയാൽ നന്ദികേശ്വരൻ ഒന്നങ്ങനെ നോക്കത്രേ. ഇലകൾ ഇളകാണ്ടാവും. ഏത് വായു ആ വന്നിട്ട് ഈ ഇല ഇളക്കിയ എൻ്റെ യജമാനൻ മഹാദേവൻ തപസ് ചെയ്യുമ്പോൾ അതാ നന്ദികേശ്വരൻ്റെ നോട്ടം. പേടിക്കും. സകല ലോകപാലന്മാരും നന്ദികേശ്വരൻ്റെ നോട്ടത്തിൽ ഭയപ്പെടുന്നു. വായുദേവൻ പോലും നിശ്ചലനാവണം എന്നാ കൽപ്പന. അങ്ങനെയുള്ള അവിടെ പാർവതി സ്വതന്ത്രമായിട്ട് ചെന്ന് ഈ കണ്ണടച്ചിരിക്കുന്ന മഹാദേവനെ സന്തോഷിപ്പിക്കേ. ഊമേധി, അരുതുകുട്ടി അരുതുകുട്ടി അരുതുകുട്ടി, സാഹസത്തിന് ഒരുമ്പടരുത് കുട്ടി. മഹാദേവനെ ചെന്ന് ശുശ്രൂഷിക്കണതിന് പകരം അവിടുത്തേക്ക് കോപം ഉണ്ടാവാനിട വരുത്തരുത് കുട്ടി എന്ന് തപസോ നിഷിദ്ധ. എത്ര 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 തവണ അമ്മ പറഞ്ഞു എന്നോ. പശ്ചാത്തുമാഖ്യാം സുമുഖി ജഗാമ. അത് ആ കുട്ടിയുടെ പേരായി പരിണമിക്കുന്നത് വരെ. അതാണ് എന്താ പറയുക, ഊമാ ഊമാ ഊമാ, അയ്യോ കുട്ടിയെ അരുതേ അരുതേ, മാ മാ, അരുതരുത് എന്ന് പറഞ്ഞു പറഞ്ഞ് 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 അത് ആ കുട്ടിയുടെ പേരായി മാറുന്നത് വരെ ഉമ പാർവതി മഹാദേവനെ ശുശ്രൂഷിച്ചു കൊണ്ടേയിരുന്നു. തപസോ നിഷിദ്ധ അഭി, മാത്ര തപസോ നിഷിദ്ധ അഭി ഉമാഖ്യാം സുമുഖി ജഗാമ. അതുവരെ തപസ് ചെയ്തു. അപ്പോഴോ മഹാദേവനും അതെ പാർവതിയുടെ തപശക്തിയുടെ മുമ്പിൽ തോറ്റു. പാർവതി മഹാദേവനെ വളരെ മോശമായിട്ട് കരുതത്തക്കവണ്ണം കരുതാൻ വേണ്ടി മഹാദേവൻ തന്നെ ബ്രാഹ്മണ വേഷത്തിൽ ബ്രഹ്മചാരി വേഷത്തിൽ വന്ന് ആ പ്രാന്തനെ എന്തിനാ തപസ് ചെയ്യണത്, അജ്ജജ്ജി എന്ന് കുട്ടിയോട് ഉപദേശിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ദക്ഷൻ പൂർവജന്മത്തിൽ എന്തൊക്കെ മഹാദേവൻ്റെ ഗുണഗണങ്ങളെ ചീത്ത വൃത്തികെട്ട സ്വരൂപമായിട്ട് വർണ്ണിച്ചിട്ടുണ്ടോ അതൊക്കെ അതുപോലെ മഹാദേവൻ കുറിച്ചെടുത്ത് അതുപോലെ പാർവതിയോട് പറഞ്ഞു നോക്കി. പാർവതി തപസ് ചെയ്യുന്ന ആൾ മഹാവൃത്തികെട്ടവനാണ്, അയാൾ തെണ്ടി നടക്കുന്ന ആളാണ്, അയാളുടെ പിന്നാലെ തെണ്ടാൻ പോയാൽ പാർവതിക്ക് വല്ലതും പറ്റും മേടിച്ച് ഭർത്താവിന് കൊടുക്കാൻ കിട്ടും തോന്നുന്നുണ്ടോ എന്നൊക്കെ പലതും ശിവനെ കുറ്റം പറയാനുള്ള വാക്കുകൾ ശിവൻ തന്നെ പണ്ട് ദക്ഷൻ ഉപയോഗിച്ചത് എടുത്ത് പാർവതിയോട് പറഞ്ഞു നോക്കി. അവസാനം പാർവതി ബ്രഹ്മചാരിയോട് നേരിട്ട് പറയാതെ തൻ്റെ കൂട്ടുകാരിയോട് ഈ ബ്രാഹ്മണൻ ഇവിടെ വന്ന് ഇങ്ങനെ ഓരോന്ന് പറയാച്ചാൽ ഞാൻ ഇവിടുന്ന് പോവുക, ബ്രാഹ്മണനെ അവഗണിച്ചു എന്ന് തോന്നരുത് എന്നും പറഞ്ഞ് പാർവതി അവിടുന്ന് എണീറ്റ് അങ്ങോട്ട് നടന്നു. അപ്പോഴാണത്രേ മഹാദേവൻ
ബ്രഹ്മചാരിയുടെ വേഷത്തിൽ വന്ന മഹാദേവൻ പാർവതിയുടെ കൈ പിടിച്ച് നിർത്തിയിട്ട് അദ്യപ്രഭൃത്യവനതാങ്കി തവാസ്മിദാസ എന്ന് തുറന്ന് പറഞ്ഞത് ക്രീതോസ്മി എന്നാ മഹാദേവൻ ഉപയോഗിച്ച വാക്ക്. പാർവതി, നീ എന്നെ വിലക്കെടുത്തു കേട്ടോ, ഞാൻ നിൻ്റെ വിലയ്ക്ക് വാങ്ങിയ അടിമയെപ്പോലെയായി എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ക്രീതോസ്മി, നീ എന്നെ വിലക്കെടുത്തിരിക്കണു. എന്താ വില? തപ 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 തപ. ഭാഗവത്തിൽ ആദ്യം ബ്രഹ്മാവിനോട് ആ വിലയേറിയ വാക്കുകളെ നേരിട്ട് പറയാതെ അർത്ഥഗർഭമായി മറിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്പർശാക്ഷരങ്ങളിൽ 16ഉം 21, 16ഉം 21, 16ഉം 21. ബ്രഹ്മാവേ 16ഉം 21. ബ്രഹ്മാവിന് 4 നിലയുള്ളതുകൊണ്ട് വേഗം മനസ്സിലായി എന്താ ഈ 16ഉം 21. അത് നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇന്നത്തെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ പറയാൻ വശല്ല. 51 അക്ഷരാളി കലിത തനുലതയെ എന്ന് നമ്മൾ സാക്ഷാൽ ജഗദംബികയെ, വാഗ്ദേവതയെ, സരസ്വതീ ദേവിയെ ഉപാസന ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ പേപ്പറിൽ കണ്ടില്ലേ, നമ്മുടെ മൊബൈലിൽ ഒക്കെ കാണുന്നില്ലേ, എന്ത് ആർക്കും വേണ്ട അക്ഷരം. എന്ത് അക്ഷരാഭ്യാസം? നാണല്ലോ കാക്ക കാക്ക ചാച്ച ചാച്ച ആ ഈ ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അതൊന്നും ആവശ്യമില്ല, അക്ഷരാഭ്യാസം പാടില്ല. അങ്ങനെ ഗവൺമെൻറ് വിദ്യാഭ്യാസ പദ്ധതിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഓർഡർ ഇറക്കിയാൽ എന്തു ചെയ്യും? ഇപ്പം പിന്നെ കഷ്ടിച്ച് വീണ്ടും ആളുകളൊക്കെ ബഹളം കൂട്ടി കൂക്കി വിളിച്ച് അക്ഷരം പഠിച്ച് പഠിപ്പിച്ചോട്ടെ എന്ന ഓർഡർ ആയണ്ടെന്നാണ് പറയണത്. എന്തായാലും അക്ഷരാഭ്യാസം പാടില്ല എന്ന് പറയണവനോട് ഈ 16ാമത്തെ അക്ഷരം 21ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ വല്ലതും തലയിലേക്ക് കയറുമോ? ദൈവാധീനം ബ്രഹ്മാവിന് അക്ഷരാഭ്യാസം ഉണ്ടായത് സ്പരിശേഷു യൽ ഷോഡശം ഏകവിംശം. ഇതാണ് ഭഗവാൻ അരുളി ചെയ്തത്. ബ്രഹ്മാവ് അത് മനസ്സിലാക്കി 16 താ ഏകവിംശം, ഷോഡശം 16 താ, ഏകവിംശം 21 പ. അത് 2 തവണ പറഞ്ഞാൽ തപതപ 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 തപതപ. ഓ, അർത്ഥം മനസ്സിലായി. 1 തവണ പറഞ്ഞാൽ തന്നെ അർത്ഥം മനസ്സിലാവണം. ത്വം തപ കുരു എന്നാണ്. അതൊക്കെ ഇവിടെ പ്രസംഗിച്ച് പറഞ്ഞതാണ്. മധ്യപുരുഷൻ ഏകവചനമാകുന്ന തപ എന്നത് എഴുതിയാൽ നീ തപസ് ചെയ്താലും, നീ തപസ് ചെയ്താലും, നീ തപസ് ചെയ്താലും എന്നതിനർത്ഥമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം. അക്ഷരാഭ്യാസം ഇല്ലെങ്കിൽ അത് കിട്ടില്ല. എന്തായാലും അതിൻ്റെ അക്ഷരം മനസ്സിലാക്കി തപസ് ചെയ്തു. അതാണ് പാർവതിയുടെ യോഗ്യത, അല്ലേ? അപ്പോൾ ആ പാർവതീദേവി തപസ് ചെയ്തത് കൊണ്ട് എന്തായി? മഹാദേവൻ കാമദേവനെ 2ാമതും ജനിക്കാൻ ഏർപ്പാട് ചെയ്തു. പാർവതിയോടുള്ള അടുത്തേക്ക് തൻ്റെ മനസ്സ് പോണ കണ്ടപ്പോൾ അമ്പയച്ച് നിൽക്കണ അയാളെ കാരണമാണെന്ന് മനസ്സിലാക്കി മഹാദേവൻ കാമദേവനെ ചുട്ടരിച്ചതായിരുന്നു. 2ാമതും അവതരിക്കാൻ സമയം കിട്ടി. നമ്മൾ കേട്ടില്ലേ ഭാഗവതത്തിൽ രാവിലെ അനുസ്മരിച്ചത്? എന്താ അത്? അതാണ് രാസലീലാ മഹോത്സവം. വില്ലും ഓടിച്ച് അവിടെ ഇട്ട് ഞാനിവിടെ ഇല്ല, എനിക്കിവിടെ നിന്നാൽ ഒന്നും മനസ്സിലാവില്ല, പ്രാന്ത് പിടിക്കുന്നും പറഞ്ഞ് ഓടിയിത്രേ കാമദേവൻ. ആ കാമദേവൻ മഹാദേവൻ്റെ 3ാം തിരുനേത്രത്തിൽ ദഹിച്ച ആളായിരുന്നു. ഇപ്പോൾ 2ാമത് ജനിക്കാൻ ഭഗവാൻ തന്നെയാണ് രാസലീല ചെയ്ത് ഏർപ്പാട് ചെയ്തത്. അതും പോരാഞ്ഞിട്ട് രുക്മിണി കൃഷ്ണന്മാരുടെ മകനായിട്ട് ജനിക്കാൻ അവസരം കൊടുത്തത്. അല്ലാണ്ട് എന്താ പറയുക? അപ്പോൾ കാമദേവൻ്റെ വില്ലെറിഞ്ഞ് പേടിച്ച് ഓടിപ്പോകുന്ന രംഗം രാസലീലയിൽ വിചാരണ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്കതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് അധികം ശ്രീശുകൻ വർണ്ണിച്ചില്ല, പരീക്ഷിത്തും കൂടുതൽ ചോദിച്ചില്ല. കാമം ഹൃദ്രോഗം ആശ്വപഹിനോതി എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരർത്ഥം പറഞ്ഞു. നമ്മളെ മുഴുവനും നശിപ്പിക്കാൻ ഓടികണ്ണിട്ട് അമ്പും വില്ലും അയച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കാമം എന്ന ഹൃദ്രോഗം. കാർഡിയാക്ക് അറസ്റ്റ് എന്നൊക്കെ നമ്മൾ ഹൃദ്രോഗത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
ഇന്നിപ്പോൾ ഏത് ആസ്പത്രി ചെന്നാലും ആ വിഭാഗം വളരെ ഗൗരവത്തോടെ രോഗികളെ ശുശ്രൂഷിച്ച് സ്നേഹിച്ച് സേവിച്ച് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതൊക്കെ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാമം ഹൃദ്രോഗം എന്ന് പറയണത് തീരണില്ല. എത്ര ചികിത്സിച്ചാലും അതിനൊന്നേ വഴിയുള്ളൂ. ഭാഗവതത്തിലെ ഭഗവാന്റെ ഗോപികളോടുകൂടിയ ആ ലീല രാസക്രീഡ ഓരോ അംസ് എന്നും കഴിക്കുക. കാമം ഹൃദ്രോഗമാശ്വപഹിനോതി. കേരളത്തിലെ ഭാഗവത സത്രത്തിൻ്റെ പ്രവർത്തകരിൽ ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ. നമ്മളോടല്ല, ഡോക്ടർമാരോട്. അദ്ദേഹത്തിന് ഒരു തരത്തിലും രക്ഷയില്ല, അത്രമാത്രം ഹൃദ്രോഗം അതിൻ്റെ അറ്റത്തായിട്ടുണ്ടെന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസായിരുന്നു. അപ്പോഴത്രേ അദ്ദേഹത്തിന് ഭാഗവതം കിട്ടി. ഭാഗവതത്തിലെ ഈ വാക്ക് ഉള്ളു തട്ടിയത്. കാമം ഹൃദ്രോഗമാശ്വപഹിനോതി. അദ്ദേഹം അതേ നോക്കുള്ളൂ. ഹൃദ്രോഗമില്ലാണ്ടാക്കും രാസലീല, ഹൃദ്രോഗമില്ലാതാക്കും രാസലീല. അപ്പോൾ ഭാഗവത സത്രത്തിൻ്റെ ആളായതുകൊണ്ട് അദ്ദേഹം ആരും അറിയാതെ എന്നും 5 ഉരു അല്ലെങ്കിൽ 12 ഉരു വരെ എന്നാ പറയാറ് ഈ രാസലീല ആവർത്തിക്കും. ഒരു നേരം ഒരു ഗുളിക കഴിക്കുക എന്നുള്ളതിന് പകരം 12 ഗുളിക കഴിക്കുക. രാസലീല 5 അധ്യായം, 12 60 അധ്യായം വായിക്കണ പോലെ ആയില്ലേ? ആലോചിച്ച് നോക്കൂ. അങ്ങനെ അദ്ദേഹം ഈ രാസലീല ബൈഹർട്ടായി. അപ്പം പിന്നെ എപ്പോഴും അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ഹരേ രാമ ജപിക്കണ പോലെ രാസലീല 5 അധ്യായവും ജപിക്കാം. ഇപ്പോഴും അതുപോലെയുള്ള കേമന്മാർ നമ്മളറിയാതെ കണ്ട് എന്നും രാസലീല 5 അധ്യായി ജപിച്ചുകൊണ്ടുണ്ട് എന്നുള്ളത് അത്ഭുതം. അത് അവരുടെ വിശ്വാസം. അപ്പോൾ ഇദ്ദേഹം അത് ജപിച്ചുകൊണ്ട് ഡോക്ടർമാർ കുറെ കഴിഞ്ഞ് രണ്ടാമത്തെ പരിശോധനയൊക്കെ കഴിച്ചപ്പോൾ പറഞ്ഞു ഇത്രേ, ഞങ്ങൾ ആദ്യം കണ്ട റിപ്പോർട്ടും ഇപ്പോഴത്തെ റിപ്പോർട്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടല്ലോ. ഇത് ഭാഗത്തിലുള്ള മരുന്നൊന്നും ഞങ്ങൾ തന്നതായിട്ട് ഓർക്കണില്ലല്ലോ. എന്താ ഉണ്ടായത്? അങ്ങക്ക് വല്ല ഉപാസനയുണ്ടോയെന്ന് ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു, വിശ്വാസമായതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഭാഗവത പുരാണത്തിൽ ഹൃദ്രോഗമാശ്വപഹിനോതി, ഹൃദ്രോഗം വേഗം മാറും എന്നൊരു മാഹാത്മ്യം കണ്ടപ്പോൾ ഞാൻ അത് എന്നും കഴിക്കാറുണ്ട് മരുന്നായിട്ട്. ഡോക്ടർമാരാരും അറിയാണ്ട്. ആ ഡോക്ടർ ആ മുറിയിൽ വെച്ച് അദ്ദേഹത്തെ കട്ടിലോടുകൂടി വീണ് നമസ്കരിച്ചു. തോറ്റു. ഞങ്ങളുടെ ശാസ്ത്രത്തിന് ഇല്ലാത്ത ചില കഴിവുകൾ ഭാഗവതത്തിന് ഉണ്ട് എന്ന് അങ്ങ് മനസ്സിലാക്കി തന്നു ഞങ്ങൾക്ക് എന്നാണ് അത്ര അദ്ദേഹം പറഞ്ഞ വാക്ക്. അപ്പോൾ കാമം ഹൃദ്രോഗമാശ്വപഹിനോതി. അപ്പോൾ ഈശ്വരനിലേക്കുള്ള കാമം വർദ്ധിക്കുമ്പോൾ ബാക്കിയുള്ള ഹൃദ്രോഗമായിട്ട് വളരുന്ന കാമം ഇല്ലാതെ കണ്ടാവും. അപ്പോൾ ഇവിടെ ഭഗവാന്റെ തന്നെ പുത്രൻ കാമദേവൻ എന്നാണ് പറയണത് അല്ലേ? അതും ശരീരമില്ലാത്ത ആളായിരുന്നു ഇതുവരെ, അനങ്കൻ. എന്നാൽ ഇപ്പോൾ അംഗത്തോടുകൂടെ കാമസ്തു വാസുദേവാംശ ദഗ്ധപ്രാകൃദ്രമന്യുന ദേഹോപവർത്തയേ ഭൂയ തമേവ പ്രത്യപദ്യത. ഭഗവാന്റെ പുത്രനായിട്ട് വന്നു, ജനിച്ചു രുക്മിണിയിൽ. അപ്പം എന്തായി? അതിഗംഭീരമായ ഉത്സവമായി, കൊണ്ടാടലുകളായി. സേവ ജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യ സമുദ്ഭവ. ഭഗവാന്റെ ഉണ്ണി, ഭഗവാന്റെ ഉണ്ണി, ഭഗവാൻ ഉണ്ണിയുണ്ടായി, ഭഗവാൻ ഉണ്ണിയുണ്ടായി. കോലാഹലമയം. പ്രദ്യുമ്നൻ എന്ന് പേരിട്ടു. പക്ഷെ അപ്പോഴേക്കും ആ ഉണ്ണിയെ പ്രസവം മുറിയുന്ന അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് ഒരസുരൻ വന്ന് കൊണ്ടുപോയി. അയാളുടെ ജാതകം നോക്കിക്കും. അപ്പോഴത്രേ ശ്രീകൃഷ്ണപുത്രൻ കൊല്ലും എന്ന് ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണന് പുത്രനുണ്ടായോ എന്ന് കള്ളവേഷം കെട്ടി ദ്വാരകയുടെ 4 പാടും സമുദ്രത്തിൻ്റെ ചുറ്റും സഞ്ചരിച്ച് അയാൾ അന്വേഷിക്കായിരുന്നു. അയാളുടെ സ്ഥാനമാണ് കൃഷ്ണൻ കയ്യേറിയത് എന്നൊരാക്ഷേപമുണ്ട്. അപ്പോൾ താൻ ഉപദ്രവിച്ചാൽ കൃഷ്ണൻ ഇവിടുന്ന് കുറ്റിയും പറിച്ച് പൊക്കോളും എങ്ങടെയെങ്കിലും. അപ്പോൾ തനിക്ക് തൻ്റെ സാമ്രാജ്യം തന്നെ പടുത്തുയർത്താം എന്ന് ആ അസുരൻ വ്യാമോഹിച്ചു, ശമ്പരാസുരൻ. അതാണ് അയാൾ ആരുമറിയാതെ ഭഗവാന്റെ
രുക്മിണീ ദേവിയുടെ പ്രസവമുറിയിൽ ചെന്ന് ഉണ്ണിയെടുത്ത് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഒന്നും അറിയാതെ കണ്ടു പോകുന്നത്. പക്ഷേ ആ ഉണ്ണിയെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുമ്പോഴേക്കും മത്സ്യം വീഴിച്ചു. മത്സ്യത്തിനെ അപ്പോഴേക്കും മുക്കുവന്മാർ വലയിട്ട് പിടിച്ചു. വലയിട്ട് പിടിച്ച മുക്കുവന്മാർ ഇത്രയും വലിയൊരു മത്സ്യം എന്ന സന്തോഷത്തോടെ അവരുടെ രാജാവായ ശംബരാസുരന് തന്നെ അതുകൊണ്ടേ കാഴ്ചവെച്ചു. ശംബരാസുരനോ തൻ്റെ അടുക്കളയിൽ പുതിയ ഒരു അടുക്കളക്കാരി വന്ന് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മത്സ്യത്തെ കീറാൻ തുടങ്ങിയിട്ടുള്ള ജോലിയൊക്കെ അടുക്കളക്കാരി ചെയ്യും. അത് ഇവിടെ കാഴ്ചവെക്കുന്നു വേണ്ട, അടുക്കളയിൽ അവിടേക്ക് കൊടുത്തോളൂ. അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവിടെ വെച്ചെങ്ങാനും കണ്ട് കീറി നോക്കിയെങ്കിൽ ഉണ്ണിയെ കണ്ടേനെ. അതാണ് തലയിലെഴുത്ത്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ തന്നെ അദ്ദേഹത്തെ കൊല്ലാനുള്ള ആൾ സുഖമായിട്ട് വളരണോ അടുക്കളയിൽ. രതീദേവി എന്ന കാമദേവൻ്റെ പത്നി മത്സ്യം കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട ഉണ്ണിയെ എടുത്തു വളർത്തി. നാരദൻ വേഗം വീണയൊക്കെ മടക്കി വെച്ച് അല്ലെങ്കിൽ കാണാതെ പിടിച്ച് ഇവിടെ വന്ന് പറഞ്ഞു, നീ മത്സ്യത്തിനെ കയറിയപ്പോൾ ഗർഭത്തിൽ നിന്നെടുത്ത ആ കുട്ടി നിൻ്റെ ഉണ്ണിയല്ല, മകനല്ല, നിൻ്റെ വളർത്തുപുത്രനല്ല, നിൻ്റെ ഭർത്താവാണ്. അപ്പോൾ കുട്ടിയെ വളർത്തുമ്പോൾ ഭർത്താവാണെന്ന ബോധ്യം അതിന് വരത്തക്കവണ്ണം വേണം വളർത്താൻ. അത് ഓർമ്മ വേണം, മറക്കരുത്. സ്നേഹവും വാത്സല്യവും കൊടുക്കാം, പക്ഷേ ഭർത്താവാണെന്നുള്ള നിലയ്ക്ക് വേണം. അമ്മയാണെന്ന് ഉണ്ണി തെറ്റിദ്ധരിക്കരുത്. നാരദൻ പറഞ്ഞു, ഭഗവാന്റെ പുത്രനാണ്, അവിടെ അമ്മ കാത്തിരിക്കുന്നുണ്ട്. ഉണ്ണി വളർന്നു വലുതായ നീ ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് ധൈര്യമായിട്ട് ദ്വാരകയിലേക്ക് ചെന്നോളൂ, അപ്പം ഞാൻ അവിടെ വന്നൊക്കെ ശരിയാക്കിക്കോളാം. ആവോ, നാരദൻ ഏഷണി കൂട്ടുന്ന ആളാണെന്നല്ലേ നമ്മൾ പറയണത്. അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. നമ്മുടെ ഏഷണകളെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുവിടാൻ എന്താ വഴി? ഇതാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തോത്തമനായ നാരദൻ എന്നും എപ്പോഴും എവിടെയും ശ്രമിക്കണത്. അത് മനസ്സിലാവാതെ കഥ അറിയാതെ ആട്ടം കാണുക എന്ന് പറയാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്. നാരദൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാതെ പറയാതെ എന്തൊക്കെയോ വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന പഴഞ്ചൊല്ലി പറയണ പോലെ പറയുകയാണ്. അതും ഇതും പറയരുത്. നാരദൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഗൗരവം ഉണ്ട്. കാരണം നാരദനാണ് പരമഗുരു. ഇപ്പോൾ നാരദൻ പറഞ്ഞ പോലെ ഉണ്ണിയെ വളർത്തി വലുതാക്കി ഉണ്ണിയോട് കാര്യം പറഞ്ഞു. ഉണ്ണിക്ക് ചില തെറ്റിദ്ധാരണയൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അമ്മ എന്താ എന്നോട് ഈ അമ്മമാർ പെരുമാറണ പോലെ അല്ലല്ലോ പെരുമാറണത്, ഇത് ശരിയാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചു ഉണ്ണി വളർന്നു വലുതായപ്പോൾ. അപ്പം പറഞ്ഞു, ഞാൻ അമ്മയല്ല, ഞാൻ അവിടുത്തെ പത്നിയാണ്, അവിടുന്ന് എൻ്റെ ഭർത്താവാണ്. അപ്പം ഭർത്താവിനോട് പെരുമാറണ പോലെയാണ് എനിക്ക് അങ്ങയോട് പെരുമാറാൻ ഉള്ള അവസരം തന്നത് ഈശ്വരൻ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ അമ്മ എവിടെയാ? അവിടുത്തെ അമ്മ രുക്മിണീ ദേവിയാണ്. പ്രദ്യുമ്നൻ എന്നാണ് അവിടുത്തേക്ക് പേര്. രുക്മിണീ ദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പുത്രനായ അങ്ങ് ഇവിടെ വന്ന് താമസിക്കണു തൽക്കാലന്നേ ഉള്ളൂ. ഈ ശംബരാസുരൻ അവിടുത്തെ ശത്രുവാണ്. അവിടുത്തെ കൊല്ലാൻ വേണ്ടി സമുദ്രത്തിൽ നിന്ന് എറിഞ്ഞെടുത്തുനിന്ന് എൻ്റെ കയ്യിൽ കിട്ടി, ഞാൻ ഭാഗ്യത്തോടെ വളർത്തുകയാണ്. നാരദനാണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അവിടുന്ന് ഞാൻ പറഞ്ഞു തരണ ഉപദേശമൊക്കെ കേട്ട് എൻ്റെ കയ്യിൽ ചില മായാവിദ്യയൊക്കെ ഉണ്ട്. അവിടുന്ന് ഇവിടെ താമസിക്കുമ്പോൾ ഈ ശംബരാസുരനുണ്ട് ഭയങ്കര മായാവിദ്യകൾ. അവൻ്റെ മായാവിദ്യകൾ എന്തെന്ന് അറിഞ്ഞ് ഞാൻ അവിടുത്തേക്ക് പറഞ്ഞു തരാം. അപ്പോൾ അവൻ ഇന്ന തരത്തിലൊക്കെ അവിടുത്തെ ഉപദ്രവിക്കുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുള്ള രഹസ്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മായാവതി മഹാമായാം സർവമായ വിനാശിനിയും ഒക്കെ പറഞ്ഞു കൊടുത്തു ഉണ്ണിക്ക് എന്ന മട്ടിൽ. അപ്പോൾ അമ്മയല്ല പത്നിയാണെന്ന് മനസ്സിലാക്കി പത്നി ഭാര്യ പറഞ്ഞതുപോലെയുള്ള ഉപദേശങ്ങളൊക്കെ കേട്ട് സചശംബരമഭ്യത്യ സംയുഗായ സമാഹ്വയൽ ശംബരാസുരനെ വെല്ലുവിളിച്ചു യുദ്ധത്തിന്. അടുക്കളക്കാരൻ, അടുക്കളയിൽ താമസിക്കുന്ന പെണ്ണിൻ്റെ മകൻ എന്നെ വെല്ലുവിളിക്ക്. ഓ, അലറിക്കൊണ്ടുവന്നു ശംബരാസുരൻ. പിന്നെ അതിഘോരമായ യുദ്ധത്തിൽ അയാളുടേതായ മായാപ്രയോഗങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ പരീക്ഷിത്തെ ശ്രീശുഖം പറയുക, ഇവിടെ സാക്ഷാൽ
മായാവതി എന്ന രതീദേവി തൻ്റെ പത്നി പറഞ്ഞതനുസരിച്ചുള്ള മായാപ്രയോഗം. അപ്പോൾ അത് പ്രദ്യുമ്നനും ഉപയോഗിച്ചു. അങ്ങനെ ശംബരാസുരനെ കൊല്ലാൻ നിഷ്പ്രയാസം അദ്ദേഹത്തിന് സാധിച്ചു. ശംബരാസുരനെ കൊന്നപ്പോഴേക്കും നാരദൻ പറഞ്ഞു, ഇനി രണ്ടാളും കൂടി വേഗം രുക്മിണി ദേവിയെ ചെന്ന് കാണുക. അവിടെ ഭഗവാനാണെങ്കിൽ 16,100 കല്യാണവും കഴിച്ച് കാത്തിരിക്കുക. എന്താ, രുക്മിണിക്ക് എത്ര പുത്രന്മാരുണ്ടാവണോ അത്ര പുത്രന്മാർ മറ്റുള്ളവർക്കും ഉണ്ടാവണം എന്നാണ് ഭഗവാന്റെ സങ്കല്പം. അപ്പോൾ രുക്മിണി 10 പ്രസവിക്കുമ്പോൾ മറ്റു പത്നിമാർക്കും 10 പ്രസവിക്കണം. ഇതിനൊക്കെ സമയം വേണം, നിങ്ങൾ വേഗം ചെല്ലുക. ഓ, ശംബരാസുരനെ കൊന്ന് പത്നിയായ രതീദേവിയോടുകൂടി വന്നെത്തി ദ്വാരകയിൽ. എല്ലാം അറിയാം ഭഗവാന് എന്ന് നമ്മൾ പറയണ്ടല്ലോ. ആ ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. ദേതാത് എൻ്റെ ഛായയിൽ ഒരാൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കണത്. രുക്മിണി ദേവി കേട്ടു. ആരോ ചെന്ന് രുക്മിണിയോട് പറഞ്ഞത്രേ, ദേ നമ്മുടെ ഭഗവാൻ തമ്പുരാൻ ഉണ്ണി ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയോ പോയിട്ട് ഒരു കല്യാണവും കൂടി കഴിച്ചു വന്നിരിക്കണു. അവിടേക്കും ഇവിടെ 16,100 ആവ് കഴിഞ്ഞിരിക്കണു. ഇനി 108 എന്നാണെങ്കിൽ ആ 108 ആവ് കഴിഞ്ഞിരിക്കണു. അപ്പോൾ ഇത്രയും കാലത്തിൻ്റെ ഇടയിലെ നർത്ഥം പ്രദ്യുമ്നം 10-20 വയസ്സായിട്ടല്ലേ വരണത്. ഈ 21 വയസ്സുകാരൻ ചെറുപ്പക്കാരനും ഈ പെൺകുട്ടിയും. യോ, അപ്പോഴാ രുക്മിണി ഓർത്തത്. നാരദൻ പറഞ്ഞു, അമ്മയ്ക്ക് ഓർമ്മ വരണില്ലേ രുക്മിണി തമ്പുരാട്ടിക്ക് അവിടത്തേക്ക് ഒരു ഉണ്ണി ഉണ്ടായത്, ആ ഉണ്ണിയെ അസുരം കൊണ്ടുപോയി കളഞ്ഞത്. ആ ഉണ്ണി, ആ നാരദ മഹർഷി എനിക്കും തോന്നി, യതി ജീവതി കുത്രജിൽ, എനിക്ക് നഷ്ടപ്പെട്ട ഉണ്ണിപ്പോൾ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതേ പ്രായമായിട്ട് കല്യാണം കഴിച്ചു വരേണ്ട സമയമായി എന്ന് ഞാൻ ഇപ്പം അങ്ങോട്ട് ഓർത്തേ ഉള്ളൂ. ആ ഓർത്തുവോ? അത് തന്നെയാണ് ശരി. അവിടത്തേക്ക് നഷ്ടപ്പെട്ട ഉണ്ണിയെ ശംബരാസുരൻ കടലിലെറിഞ്ഞത്, ആ കടലിലെ മത്സ്യം വിഴുങ്ങിയപ്പോൾ മത്സ്യത്തിനെ കയറി നോക്കിയ ഈ തമ്പുരാട്ടിക്കുട്ടിയാണ് കണ്ടെടുത്തതും വളർത്തി വലുതാക്കിയതും താൻ അമ്മയല്ല ഭാര്യയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി ഉപദേശിച്ചതും ശംബരാസുരനെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തതും. ഇതാ ശംബരാസുരനെ കൊന്നുവന്ന ഈ ദമ്പതികളെ രുക്മിണിക്ക് സ്വീകരിക്കാം. ഭഗവാൻ എവിടെ? അവിടുന്ന് സ്വീകരിക്കുക. എല്ലാം കണ്ട അമ്പരന്നതുപോലെ നിൽക്കുന്ന ഭഗവാനും പെട്ടെന്ന് നാരദൻ പറഞ്ഞതുകൊണ്ട് കാര്യമൊക്കെ മനസ്സിലായി. എൻ്റെ ഈശ്വര, വരൂ 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 വരൂ, ഉണ്ണികൾ വരൂ. രുക്മിണി, നമ്മൾ മഹാദേവനെ പൂജിച്ചത് എത്ര കേമായി. തീർച്ചയായില്ലേ? ഇപ്പോൾ നഷ്ടപ്പെട്ട ഉണ്ണി തിരിച്ചു വന്നില്ലേ? ഇത് വിചാരിച്ചിട്ടുണ്ടോ? തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രളംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലങ്കൃതമുഖാംഭോജം നീലവക്രാളകാളിഭി കൃഷ്ണം മത്വാ സ്ത്രിയോ ഹ്രീതാനിരില്ലു തത്ര തത്ര അവധാര്യ ശനൈ ഈഷദ്വൈലക്ഷ്യണ്യേന യോഷിത ഉപജഗ്മു പ്രമുദിതാ സസ്ത്രീരത്നം സുവിസ്മിതാ. പിന്നൊന്നും പറയണ്ട, അവിടെ കല്യാണഘോഷം. കുടവും അങ്ങനെ നമ്മൾ പറയാതെ പൂർണ്ണകുംഭം വെച്ച് സ്വീകരിക്കണോ, മാലയിട്ട് സ്വീകരിക്കണോ, വെടിക്കെട്ടായിട്ട് സ്വീകരിക്കണോ, താലെടുത്ത് സ്വീകരിക്കണോ. നമ്മളിവിടെ രുക്മിണി സ്വയംവരത്തിൻ്റെ ഒരു ചെറിയ എഴുന്നള്ളിപ്പ് പതിപ്പ് നമുക്കാവുന്നത് പോലെ സപ്താഹരംഗത്ത് ഭഗവാന് സമർപ്പിക്കാറില്ലേ? ഇതിൻ്റെയൊക്കെ എത്ര ഇരട്ടി ആർഭാടമായിട്ടാവും അവിടെ. നഷ്ടം മൃതമിവായാതം, മൃതം നഷ്ടം പുനരായാതം എന്നാണ്. മരിച്ചുപോയ ഉണ്ണി തിരിച്ചു വന്നു, മരിച്ചുപോയ ഉണ്ണി തിരിച്ചു വന്നു എന്നാണ് കേമത്തെ. കാണാൻ എത്ര കോടി ജനങ്ങൾ അവിടെ വന്നു ചേരും. ദേവജ്ഞാനകദുന്ദുഭ്യാം ഉത്തമശ്ലോക ആഗമൻ. അവിടെ വ്യാകരണ നിയമം പലതും തെറ്റിച്ചുകൊണ്ടാണ് ശ്രീശുകൻ വേദവ്യാസൻ വരികൾ എഴുതിയത്. ഇവിടെ എങ്ങനെയൊക്കെ നിയമം തെറ്റി ആവാമെങ്കിൽ ദേവജ്ഞാനകദുന്ദുഭ്യാം എന്നുള്ള പ്രയോഗത്തിലും തെറ്റൊന്നുമില്ല എന്നാണ് വ്യാകരണജ്ഞന്മാർ പറയണത്. ഭഗവാൻ വന്നു. എന്താ ഇവിടെ നാരദ ഒക്കെ ഉണ്ടല്ലോ, എന്താ ഇവിടെ തിരക്ക്? പാവം രുക്മിണി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയണത് നമ്മുടെ ഉണ്ണി നമ്മുടെ ഉണ്ണി ദേ തിരിച്ചു വന്നു. ഓ, ഭഗവാന്റെ ഒരു അത്ഭുതം നടിക്കലുണ്ടായേണ്ട അത്ഭുതം. ബാലകം ബാലകനാവുമ്പോഴത്തെ അത്ഭുതം നടിക്കൽ വേറെ,
രുക്മിണിയുടെ ഭർത്താവ് നടിക്കുന്ന അത്ഭുതം വേറെ. നാരദൻ പറഞ്ഞു, എന്താ നാരദ മഹർഷിയെ ഞാനീ കേൾക്കണത്? അതോ രുക്മിണി ആകപ്പാടെ മനസ്സിൻ്റെ സമനില തെറ്റി എന്തെങ്കിലും പറയുകയാണോ? നാരദൻ പറഞ്ഞു, അല്ല, ശമ്പരാഹരണാധികം. ഇവിടുന്ന് അവിടെ ഇരിക്കുക. നാരദനെ ഇരുത്തി, ഭഗവാനും ഇരുന്നു. കഥകളൊക്കെ വിസ്തരിച്ച് നാരദൻ പറഞ്ഞു, അവിടുത്തെ പത്നിയുടെ പ്രസവഗൃഹത്തിൽ നിന്ന് ശമ്പരാസുര ഉണ്ണിയെ കടലിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. അപ്പം തന്നെ മത്സ്യം വന്ന് വിഴുങ്ങിയതും അപ്പം തന്നെ മുക്കുവന്മാർ വന്ന് മത്സ്യത്തിനെ പിടിച്ചതും നമ്മുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി ഭഗവാനെ. അത് അടുക്കളയിലെത്തി, അവിടെ കീറിയപ്പോൾ കണ്ട ഉണ്ണിയെ അത് ഭർത്താവാണ്, വളർത്തിക്കോളൂ എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. നാരദൻ പറയാ, എനിക്ക് പഴയ കഥകളൊക്കെ അറിയേ. മഹാദേവൻ്റെ നേതൃത്വത്തിൽ നശിച്ചു പോയ ഉണ്ണിയാണ് ഇപ്പോൾ ഇവിടുത്തെ മകനായിട്ട് വന്നതെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനതൊക്കെ ദേവിയോട്, രതീദേവിയോട് പറഞ്ഞു. അങ്ങനെ അവർ വിവാഹം കഴിച്ച് ശമ്പരാസുരനെ കൊന്നു വന്നതാണ്. ഭഗവാനും അത് തച്ചുരുത്തുക. നാരദൻ, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? മഹദാശ്ചര്യം, മഹദാശ്ചര്യം, മഹദാശ്ചര്യം. ഭഗവാൻ പറഞ്ഞു, നാരദ മഹർഷി ഇത് അത്ഭുതമാണ്. ഇങ്ങനെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും നഷ്ടം മൃതമിവാഗതം, നഷ്ടം മൃതമിവാഗതം, നഷ്ടം മൃതമിവാഗതം. മരിച്ച ആൾ തിരിച്ചു വരിക, അതല്ലേ ഇപ്പം നാരദൻ ഇവിടെ സംഭവിച്ചത്. ഭഗവാന്റെ അത്ഭുത പ്രകടനം. ദേവകി കരഞ്ഞുകൊണ്ട് നിൽക്കണു, രുക്മിണി കരഞ്ഞുകൊണ്ട് നിൽക്കണു. 16,108 പത്നിമാരും എത്തി നോക്കിക്കൊണ്ട് നിൽക്കണു. ദേവകി വസുദേവശ്ച കൃഷ്ണരാമൗ തഥാ സ്ത്രീയ ദമ്പതീ തൗ പരിഷ്വജ്യ. ഒന്നും പറയണ്ട, ആർക്കാർക്കാ അധികം. രുക്മിണീ ദേവി ഈ പ്രദ്യുമ്നെ രതിദേവിയെ കെട്ടിപ്പിടിച്ച് കവിളത്ത് ഉമ്മ വെച്ച്, നെറ്റിയിൽ ഉമ്മ വെച്ച്, വരൂ എന്നും പറഞ്ഞ് കണ്ണീരും തുടച്ച് അകത്തേക്ക് ഒരു പടി വിളിക്കും. ജാമ്പവതിയുടെ വക, സത്യഭാമയുടെ വക, കാളിന്തിയുടെ വക, മിത്രവിന്ദയുടെ വക, സത്യാഭദ്ര, ലക്ഷ്മണ എന്നിവരുടെ വക. ഓരോരുത്തരും ദമ്പതീതൗ പരിഷ്വജ്യ രുക്മിണീച്ച. എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ച് കവിളുത്ത് തലോടും വിളിക്കും. രുക്മിണിക്ക് ഇടയ്ക്ക് ഒന്ന് ആദ്യമേ വേണം തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്വീകരിക്കണം. നഷ്ടം പ്രദ്യുമ്നമായാതം. ശ്രീശുഖം പറയാ, പരീക്ഷത്തെ കുറേ കാലത്തിന് അവിടെ ഈ ഒരു ശബ്ദമേ കേൾക്കാറുള്ളൂ. കേട്ടില്ലേ? ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണിയുടെയും ആദ്യപുത്രൻ സമുദ്രത്തിൽ വീണ് മരിച്ചത് ഇപ്പം തിരിച്ചു വന്നു അത്രേ, ശമ്പരാസുരനെ കൊന്ന ദമ്പതികളായിട്ട്. എന്തൊരത്ഭുതം! നഷ്ടം പ്രത്യുന്നമായാതമാകരണ ദ്വാരകോകസ. മരിച്ച ആൾ തിരിച്ചു വരെ. അഹോ മൃതയുവായാത. അതെ, മരിച്ച ആൾ തിരിച്ചു വരിക ഉണ്ടായത്. എന്താപ്പോ നോക്കൂ, സന്താനഗോപാലൻ കഥയിലേക്ക് എത്തി നോക്കാൻ ഭഗവാന്റെ കുടുംബത്തിലുണ്ടായ ആദ്യപുത്രൻ്റെ കഥ. കാരണം മൃതയുവായാത, മൃതയുവായാത, അഹോ മൃതയുവായാത. സകല ആളുകൾ മരിച്ചവർ തിരിച്ചു വന്നു, മരിച്ച ആൾ തിരിച്ചു വന്നു, മരിച്ച ആൾ തിരിച്ചു വന്നു. എന്താപ്പം ഇതിനൊക്കെ കാരണം? അതോ ദിഷ്ട്യാ ഭാഗ്യം, 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 ഭാഗ്യം. രുക്മിണിയുടെ ഭാഗ്യം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാഗ്യം. അങ്ങനെയായി. തലയിലെഴുത്തിനോ വിധി എന്ന് പറയണേനോ ഒന്നും അല്ല വില, ഭാഗ്യം. അതാണ് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഉപയോഗിച്ച വാക്ക്. ഹന്ത ഭാഗ്യം ജനാനാം, ഹന്ത ഭാഗ്യം ജനാനാം. ജനങ്ങളുടെ ഭാഗ്യം. സത്യം പരം ധീമഹി എന്ന് ഭാഗവതം പറയുമ്പോൾ പട്ടേരിപ്പാട് ഹന്തഭാഗ്യം ജനാനാം, ഹന്തഭാഗ്യം ജനാനാം എന്നുപയോഗിച്ചത് ഇതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ആ രണ്ട് വാക്കും കൂടി ഈ കഥയിൽ യോജിച്ചിരിക്കുന്നു. സത്യസ്വരൂപിയായ ശ്രീകൃഷ്ണൻ്റെ കഥകളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭാഗ്യനിർഭാഗ്യങ്ങളുടെ തിരമാലകൾ കാണാം. തിരമാലകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുള്ള ചെറിയ ജലശീകരങ്ങളും തിരമാലകൾ അങ്ങനെ വന്ന് നമ്മളെ മുക്കണതും നമ്മുടെ ജീവിതത്തിലറിയാം. ശ്രീശുഖം പറയണു, യം വൈ മുഹു പിതൃസ്വരൂപനിജേഷഭാവാഃ തന്മാതരോയദ ഭജൻ രഘരൂഢഭാവാഃ ചിത്രം നതൽഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരേ അക്ഷിവിഷയേ കിമുദാന്യനാര്യ. അതിരഹസ്യമായ
ഭഗവാനെപ്പറ്റി, ഭഗവാന്റെ പുത്രനെപ്പറ്റി ഓരോ സ്ത്രീകൾക്കും തോന്നുന്ന വികാരത്തെ കാമം ഹൃദ്രോഗം ആണോ എന്ന് പരിശോധിച്ച് ശ്രീശുകൻ ഇവിടെ ഒരു മംഗളശ്ലോകം എഴുതിയിട്ടുണ്ട്. എന്താ അത്? ശ്രീകൃഷ്ണനെ കണ്ട, ശ്രീകൃഷ്ണൻ്റെ പുത്രനെ കണ്ട സകല സ്ത്രീകൾക്കും, അമ്മമാർക്കൊക്കെ എന്നർത്ഥം, ആദ്യം അയ്യോ ഇത് നമ്മുടെ ഭർത്താവായിരുന്നെങ്കിൽ എന്ന് തോന്നിയേ, നമ്മുടെ ഭർത്താവും ഭർത്താവിൻ്റെ ഛായയിലുള്ള മകനും ഒരുപോലെ തന്നെയാണ് എന്ന് വിചാരിച്ചു മാറിയാൽ പറ്റുമോ? ഭർത്താവ് ഏതാ മകനേതാ നിശ്ചയില്ലാണ്ടായാൽ പറ്റുമോ? പിന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും നിശ്ചയില്ലാണ്ടാകുന്നാണ് പറയണത്. പ്രദ്യുമ്നനാണോ ശ്രീകൃഷ്ണനാണോ നിശ്ചയില്ലാണ്ടാവത്രേ അമ്മമാർക്ക് ഭർത്താവിനെയും മകനെയും മാറുന്നു പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. അതിനെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ സൈക്കോളജിക്കൽ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കണവർ പറയുന്നുണ്ട്. ഈ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നും പറഞ്ഞ് പുത്രനിൽ ഇഷ്ടം തോന്നുന്ന, ഭർത്താവിനോട് തോന്നുന്ന ഇഷ്ടം പുത്രനിൽ തോന്നുന്ന എം വൈ മുഹു പിതൃ സ്വരൂപ നിജേഷഭാവാഹ തന്മാതരോയദഹവജൻ. ഇത് പ്രദ്യുമ്നനാണ്, ശ്രീകൃഷ്ണനാണെന്ന് വിചാരിച്ച് ചെന്ന് തൊട്ട് നോക്കുമ്പോൾ എന്താ അമ്മേ പ്രദ്യുമ്നനാ, ലജ്ജ വരാണ്ടിരിക്കുമോ? അയ്യോ അല്ല, ഞാൻ വിചാരിച്ചു നിൻ്റെ അച്ഛനാന്ന്. ഇത് അങ്ങോട്ട് പറയേണ്ടി വരിക. പുറത്തു തട്ടിയത് അച്ഛനാന്ന് വിചാരിച്ചാണെന്ന് മകനോട് പറയേണ്ടി വന്നാലോ? അത് തന്മാതരോയദഭജൻ. ശ്രീശുകന് പറയാൻ മടിയൊന്നുമില്ല. രഹരൂഢഭാവാഹ, മനുഷ്യൻ്റെ മനസ്സിലുള്ള വിഭ്രാന്തിയെക്കുറിച്ച് ഇങ്ങനെ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ട് അതിനെ എന്തോ അവനെ പേരിട്ട് വിളിച്ചാലും അത് അംഗീകരിക്കാൻ വയ്യാതെ തീർച്ചയല്ലേ. അമ്മമാർക്ക് മകനോട് മോശമായിട്ടുള്ള വിചാരം തോന്നിയെന്ന് പറയാൻ പാടില്ല, അങ്ങനെ വരില്ല. പക്ഷേ ചിത്രം നതൽഖലു, ഇത് ഗുരുവായൂരപ്പനാണ്, മറക്കരുത്. സൗന്ദര്യോത്തരതോവി സുന്ദരതരം ദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ നഗസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. കാമാൽ ദ്വേഷാൽ ഭയാൽ സ്നേഹാൽ യഥാ ഭക്ര്യ ഈശ്വരേ മന ആവേശ്യ തദഘം ഹിത്വാ ബഹവസ്തർഗതിംഗതാഹ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഭഗവാന്റെ പത്നിമാർ പ്രദ്യുമ്നൻ്റെ അമ്മമാരും കൂടി പെട്ടു എന്ന് പറയാൻ ശ്രീശുകനും മടിയില്ല. നമുക്കത് പറയാൻ പരിഭ്രമിക്കണം, നമ്മളത് പറയാനും പാടില്ല. പക്ഷേ ഭഗവാനാണ് എന്ന മട്ടിൽ സങ്കല്പിച്ചില്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ വഴിതെറ്റിപ്പോകും എന്നുള്ള വളരെ ഗൗരവമേറിയ ഒരു ശാസ്ത്രീയ തത്വം ഇവിടെ ശ്രീശുകൻ കഥ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഇന്നത്തെ ലോകത്ത് മനഃശാസ്ത്രപരമായിട്ട് എല്ലാറ്റിനെയും വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. രാസലീലയെക്കുറിച്ചും ഭഗവാന്റെ പുത്രനെപ്പറ്റി അമ്മമാർ പലതും തെറ്റിദ്ധരിച്ചു വിചാരിച്ചിരുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കാര്യമറിയാതെ വിഡ്ഢിത്തം പറഞ്ഞു പോവും. നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന് അത്തരം ഒരു വിഡ്ഢിത്തം വീണു പോവാതെ ഇത് മാത്രം ഓർമ്മിച്ചോളാം. ചിത്രം നദൽഖലുരമാസ്പദ ബിംബേ കാമേ സ്മരേ അക്ഷിവിഷയേ. അതാണ് കാമൻ, സ്മരൻ, അക്ഷിവിഷയനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിൽ തെറ്റിപ്പോവാൻ ഇടയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ പ്രായപൂർത്തി വന്നവരെന്നോ വരാത്തവരെന്നോ നോക്കാതെ ഭഗവാനെപ്പറ്റി സ്മരിക്കാൻ ശ്രമിച്ചോളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കാമക്രോധ ലോഭമോഹമത മത്സരാദികൾ നമ്മുടെ ഉള്ളിലുള്ളവരാണ്, അല്ലാണ്ട് പുറത്തുനിന്ന് എവിടുന്നും വരേണ്ടതല്ല. അതുകൊണ്ട് അവർ നമ്മളെ ഉപദ്രവിക്കും. ഭഗവാന്റെ ഈ രുക്മിണിക്ക് ഉണ്ണിയുണ്ടായ കഥ പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ള തമ്പുരാട്ടിമാർക്ക് ഉണ്ണിയുണ്ടായ കഥ പറയാൻ. രുക്മിണിക്ക് ശേഷം ശമന്തക കഥ പറയും. ശമന്തക കഥയിൽ സത്യഭാമയെയും ജാമ്പവതിയെയും വിവാഹം ചെയ്ത കഥ
പിന്നെ കാളിന്തിയെ വിവാഹം ചെയ്ത കഥ അർജുനനോടുകൂടി സഞ്ചരിക്കുമ്പോൾ ആ കാലത്താണത്രേ ഖാണ്ഡവദാഹാദികൾ ചെയ്തത്. പിന്നെ സത്യയെ 7 കാളകളെ ഒരേ സമയത്ത് പിടിച്ച് കെട്ടിയിട്ട് കല്യാണം കഴിച്ച കഥ. പിന്നെ ഭദ്രാലക്ഷ്മണ തുടങ്ങിയിട്ടുള്ളവരെ കല്യാണം കഴിച്ച കഥ. ഇങ്ങനെ അഷ്ടമഹിഷ്യുദ്വാഹവും 16,108 തമ്പുരാട്ടിമാർ ഒരുമിച്ച് പത്നിമാരായി വരാൻ പാകത്തിന് 16,100 പേരെ സാക്ഷാൽ നരകാസുരൻ ജയിലിലിട്ടപ്പോൾ നരകാസുരനെയും മുരാസുരനെയും കൊന്ന് അവരെയും കൂടി തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് വിവാഹം ചെയ്ത കഥകളും കൂടി ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു. പിന്നീടാണ് രുക്മിണീകൃഷ്ണ പ്രണയകലഹം എന്നൊക്കെ പേരുള്ള കരിഹിചിതധ്യായം കഥയായിട്ട് പറയണത്. അതൊക്കെ നമുക്ക് നാളെ രാവിലെ അനുസ്മരിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.